നമസ്കാരം. ഇത് സുകുമാരൻ കാവിൽ സ്വന്തമായി നാടൻപാട്ട് എഴുതുകയും അതിന് ഈണം പകരുകയും മനോഹരമായി ആലപിക്കുകയും ചെയ്യുന്ന ഈ കലാകാരൻ കറുകപ്പുത്തൂർ പള്ളിപ്പാടം ഗ്രാമത്തിന്റെ അഭിമാനമാണ്. പാട്ടും പറച്ചിലുമായി നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് ഈ കലാകാരനെ ക്ഷണിക്കാം. കാഞ്ഞിരമാലയണിഞ്ഞവൾ നീയേ, കാഞ്ഞിരത്തിൽ കുടി കൊയ്പ്പവൾ നീയേ, ഉത്തിയ തീരം കുടിപ്പവൾ നീയേ, കുടൽ കൊണ്ടുമാലയണിഞ്ഞവൾ നീയേ, ഉത്തിയ തീരം കുടിപ്പവൾ നീയേ, കുടൽ കൊണ്ടുമാലയണിഞ്ഞവൾ നീയേ. ഓരോരോ മാമലമേൽ വന്നേ ഓരോരോ മറുത വന്നേ, വാളുവലങ്കയിൽ ഉത്ഭവം നീയേ, കോഴിയിടങ്കയിൽ ഉത്ഭവം നീയേ, വാളുവലങ്കയിൽ ഉത്ഭവം നീയേ, കോഴിയിടങ്കയിൽ ഉത്ഭവം നീയേ. അന്നു പിറന്നൊരിളംപിള്ളയെ കൊണ്ടമ്മാനമാടി കളിപ്പവൾ നീയേ, അന്നു പിറന്നൊരിളംപിള്ളയെ കൊണ്ടമ്മാനമാടി കളിപ്പവൾ നീയേ. കോഴിയൊരായിരം കൊയ്പ്പവൾ നീയേ, കുഴവിയൊരായിരം കൊയ്പ്പവൾ നീയേ, കോഴിയൊരായിരം കൊയ്പ്പവൾ നീയേ, കുഴവിയൊരായിരം കൊയ്പ്പവൾ നീയേ. ഓരോരോ മാമലമേൽ വന്നേ ഓരോരോ മറുത വന്നേ. കാല് കറുത്ത കരിമ്പട കോഴിയെ കടി ചുടച്ചങ്ങു തിന്നവൾ നീയെ, കാലു കറുത്ത കരിമ്പട കോഴിയെ കടി ചുടച്ചങ്ങു തിന്നവൾ നീയെ. മുക്കാ പിള്ളയെ ഗർഭത്തെ കൊല്ലും, മുഴുപിള്ളയാകുമ്പോ ഈറ്റത്തി കൊള്ളും, മുക്കാ പിള്ളയെ ഗർഭത്തെ കൊല്ലും, മുഴുപിള്ളയാകുമ്പോ ഈറ്റത്തി കൊള്ളും. അന്നു പിറന്നൊരിളംപിള്ളയെ കൊണ്ടമ്മാനമാടി കളിപ്പവൾ നീയെ, അന്നു പിറന്നൊരിളംപിള്ളയെ കൊണ്ടമ്മാനമാടി കളിപ്പവൾ നീയെ. ഓരോരോ മാമലമേൽ വന്നേ ഓരോരോ മറുത വന്നേ. സുകുമാരേട്ടാ നമസ്കാരം. 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 വളരെ സന്തോഷമുണ്ട് പരിചയപ്പെടാൻ സാധിച്ചതിൽ. എന്തായാലും ഇന്നത്തെ നാട്ടത്താരങ്ങളിൽ താരമായിട്ട് വരുന്നത് സുകുമാരേട്ടനാണ്. എന്റെ സ്വാഗതം ചെയ്യണം. എന്താ ചെയ്യണം സുകുമാരേട്ടൻ? എന്താ ചെയ്യണം? ഇപ്പൊ ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യണം. മുന്നേ ഗൾഫിലായിരുന്നു, ബഹ്റൈനിലായിരുന്നു. ഈ കലാജീവിതമായിട്ടുള്ള ഒരു അനുഭവം എന്തായിരുന്നു? കലാജീവിതമായിട്ടുള്ള കൂടുതല് ചെറുപ്പം പോലെയൊക്കെ ഉണ്ടാശീലം. എഴുതും പാടും സ്വന്തമായിട്ട് എഴുതാറുണ്ട്. എല്ലാ പാട്ടുകളും ഭജൻസായാലും ഭക്തിഗാനായാലും അതുപോലെ നാടൻ പാട്ട്, പിന്നെ സിനിമ ഗാനങ്ങള് എല്ലാറ്റിലും ഉണ്ട്. പ്രോഗ്രാംസിന് പോവാറുണ്ട്. സമിതിയിൽ അങ്ങനെ ഞങ്ങൾക്കുണ്ട് ഒരു ചെമ്പട്ട് ഗ്രൂപ്പാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നുള്ളതാണ്. അവിടെ ഉള്ളപ്പോഴുള്ള ഒരു കൂട്ടായ്മയാണ്, ഗൾഫിലുള്ളപ്പോഴുള്ള ഒരു കൂട്ടായ്മയാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇവിടെ വന്നു. ചെറിയ നാടൻപാട്ട് ടീമിന്റെ കൂടെ തന്നെയാണ് പോവാറ് അധികം? നാടൻപാട്ട് ടീമിന്റെ കൂടെ നമ്മള് സ്വയമായിട്ട് എടുത്ത് പോണതാണ്. അല്ലാതെ നാടൻപാട്ട് മാത്രമാണോ പോവാറ്? നാടൻ പാട്ട് മാത്രമായിട്ടും പോവാറുണ്ട്, സിനിമ ഗാനം എല്ലാം പോവാറുണ്ടല്ലേ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഭാര്യ, മക്കള്, കുട്ടികളൊക്കെ ഈ ഒരു ഫീൽഡിലേക്ക് ഉണ്ടോ? മോളൊക്കെ പാടാറുണ്ട്, പക്ഷെ അങ്ങനെ സ്റ്റേജ് ആയിട്ട് ചെയ്യാറില്ല. വീട്ടിലെ എന്തെങ്കിലും ഫംഗ്ഷൻ അവര് ചെയ്യാറുണ്ടല്ലേ. ഈ സ്വന്തമായിട്ട് എഴുതുന്നൊക്കെയല്ലേ പറഞ്ഞത്? അതെ, കുറെ എഴുതിയിട്ടുണ്ടോ? ഒരുപാട് ആൽബമൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതെ. അത് ഈ ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പാണോ? ഗൾഫിൽ വെച്ചിട്ടാണ് ഒരു നാടൻപാട്ട് എഴുതി ആൽബാക്കിയത്, നീലന് നീലി എന്നുള്ള ഒരു ഇത്. ഇവിടെ വന്നിട്ട് ആൽബം ഒരു ഭക്തിഗാനം ഇറക്കി, ശ്രീരാമസ്വാമിയുടെ. അപ്പൊ ഇനി ഈ പുതിയ ആൽബങ്ങളൊക്കെ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ റെഡിയാണല്ലേ? വരികള് കൊടുക്കാൻ തയ്യാറാണ്. ഓക്കെ, നമുക്കൊരു പാട്ടും കൂടി. ആയിക്കോട്ടെ. താനേ തന്നാനേ
താനാനനാനാനനാനേ താനാനനാനാനനാനേ പൊന്നഴക് നിന്നിലേഴഴക് ചെന്താമര പൂവിൻ കണ്ണഴക് ചുണ്ടഴക് അത് എന്തഴക് നിന്റെ അരയെന്ന പിട പോൽ നടയഴക് അടിമുടി പൂക്കും നിറയഴക് താനേ തന്നാനേ താനാനനാനാനനാനേ താനാനനാനാനനാനേ കാത്തിരുന്നേ നിന്നെ ഓർത്തിരുന്നേ കൺമണി നിന്നെ കൊതിച്ചേ കളിവാക്കുമിണ്ടാൻ കൊതിച്ചേ കാത്തിരുന്നേ നിന്നെ ഓർത്തിരുന്നേ കൺമണി നിന്നെ കൊതിച്ചേ കളിവാക്കുമിണ്ടാൻ കൊതിച്ചേ ചങ്കെടുത്തു പോയവളെ നീ വരികില്ലേ തങ്കഭസ്മ കുറിയണിഞ്ഞു നീ വരികില്ലേ ഓർമ്മകളിൽ പൂക്കാലം തന്നവളെ നീ വരുമോ പൊന്നഴക് ഏഴഴക് ചന്താമര പൂം കണ്ണഴക് പൊന്നഴക് ഏഴഴക് ചന്താമര പൂവിൻ കണ്ണഴക്. സുഖമായിട്ടും ഒരുപാട് എഴുതിയെന്നല്ല പറഞ്ഞു, അതിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടി എഴുതിയത് എഴുതിയ വരികൾ നമ്മള് പൊന്നീ നീ പുന്നാര പൊഞ്ച പാടത്തൊന്നു പോയി വാരാമോ പൊന്നീ നീ പുന്നാര പൊഞ്ച പാടത്തൊന്നു പോയി വാരാമോ ചാത്തനും കാളിയും കൊരനും നീലിയും തമിയും ചക്കിയും പാടത്തുണ്ട് ചാത്തനും കാളിയും കൊരനുമുണ്ടടി പുഞ്ച പാടത്തൊന്നു പോയി വാരാമോ പോയി വാരാമോ പോയി വാരാമോ. നേരത്തെ പാടിയ രണ്ട് പാട്ട് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ആരും ഇതുവരെ പാടിയിട്ടില്ല കേട്ടോ. നന്നായി പാടും ചെയ്തു. അത് പടയണി എന്ന് പറയും. പടയണില്ലേ? അത് നമ്മുടെ പണ്ട് കാലത്ത് ഒരു ഓഡിയോ കാസറ്റ് എന്നാണ് എനിക്കത് കിട്ടുന്നത്. അതെങ്ങനെയാ വെച്ചാല് ഇതുപോലെ ഞാനൊരു കാസറ്റ് കടയിൽ കയറിയപ്പോ ഇങ്ങനെ വേസ്റ്റ് പോലെ ഇട്ടിരിക്കുകയാണ് കാസറ്റ്. അപ്പൊ ഞാൻ കണ്ടപ്പോ സുകുമാരി മേനോൻ തൃശ്ശൂർ എന്ന് കൊടുത്തിട്ടുണ്ടായില്. അപ്പൊ എടുത്ത് നോക്കിയപ്പോ അതില് മൊത്തം നാടൻ പാട്ടാണ്. അപ്പൊ അതില് 2-3 അങ്ങനെ പഠിച്ചു. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ചെയ്തു. ഇത് ഞാൻ ബഹറിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവസാനമായിട്ട് പാടിയല്ലോ ചേട്ടൻ എഴുതിയൊരു പാട്ട്. ഞാൻ എഴുതി. അത് നല്ല രസം കേട്ടോ. അത്ര തന്നെ ഉള്ളു? ഇനിയുണ്ട്? ഇനിയുണ്ട്, അതിന്റെ കൂടി ഉണ്ട്. പക്ഷെ ഞാൻ കുറച്ച് പാടി നോക്കും. നന്നായിട്ട് കേട്ടോ. നല്ല വരികള് രസമുണ്ട്, ട്യൂണൊക്കെ നന്നായിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട് നമ്മുടെ പ്രോഗ്രാമിക്ക് ഇന്നത്തെ ദിവസം വന്നതിലും പാട്ട് പാടിയാലും പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം. ഇനി ഒരുപാട് പ്രോഗ്രാംസ് കിട്ടട്ടെ. പ്രോഗ്രാംസ് ഒക്കെ വിളിച്ചാൽ പോവല്ലോ അല്ലെ? പോവാറുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും സന്തോഷം.